ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോംസ് കൊണ്ട് ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്ന ജുനാഗഡ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ് ഗുജറാത്തിൽ. ഇവിടുന്ന് ഒരു ചെറിയൊരു മീറ്റർ ഗേജ് ട്രെയിൻ യാത്ര ചെയ്യാനുള്ള ഒരു പ്ലാനാണ് നമുക്കൊന്ന് സ്റ്റേഷനുള്ളിലേക്ക് പോകാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. ഇതാണ് ജുനാഗഡ് റെയിൽവേ സ്റ്റേഷൻ. ഗുജറാത്തിലെ ഒരു ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സാണ് ജുനാഗഡ് എന്ന് പറയുന്നത്. കോസ്റ്റൽ ഗുജറാത്തിലാണ്. നമ്മളിവിടുന്ന് വെരാവലിലേക്കുള്ള മീറ്റർ ഗേജ് ട്രെയിൻ യാത്ര ചെയ്യാനുള്ള പ്ലാൻ. 8 മണിക്കാണ് നമ്മുടെ ട്രെയിന്. ഇപ്പോൾ സമയം 6:55 ആയതേ ഉള്ളൂ. ഇനി 1 മണിക്കൂറും കൂടി ഇട്ടു. അപ്പോൾ സ്റ്റേഷൻ്റെ പുറത്ത് ഈ ഒരു സ്ട്രക്ചർ കണ്ടപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് വന്നു. നല്ല ഭംഗിയുള്ളൊരു ഗേറ്റാണിത്. അപ്പോൾ അവിടെ കുറച്ച് തട്ടുകളുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. നല്ല ഖമണും അതുപോലെ ദാൾ പക്വാനും കഴിച്ചു. ദാൾ പക്വാൻ എന്ന് പറയുന്ന സിന്ധികളുടെ ഒരു ഐറ്റമാണ്. അതും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കങ്ങനെ പതുക്കെ സ്റ്റേഷനുള്ളിലേക്ക് തിരിച്ചു കയറാം. ടിക്കറ്റ് എടുത്തിട്ട് നമ്മുടെ അടുത്ത യാത്രയിലേക്ക് കിടക്കാം. ഇപ്പോൾ മണി 7:15, 7:16. ഇനി 44 മിനിറ്റ് കൊണ്ട് നമ്മുടെ അടുത്ത വണ്ടിക്ക്. അപ്പോൾ ഇതാണ് ജുനാഗഡ് സ്റ്റേഷനിലേക്കുള്ള എൻട്രൻസ്. ഒരു ചെറിയ സ്റ്റേഷനാണ്. സ്റ്റേഷനിലോട്ട് കയറി ഉടനെ ലെഫ്റ്റ് സൈഡിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് പ്ലാറ്റ്ഫോമിനുള്ളിലോട്ട് പോയിട്ട് നമ്മുടെ അടുത്ത ട്രെയിനൊക്കെ ഒന്ന് കാണാം. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. ഇവിടെ ഒരു പഴയ ഇതുണ്ട്, പോയിൻറ്റ്സ് മാറുന്ന ലിവർ. ഈ ലിവർ ഉപയോഗിച്ചാണ് പണ്ട് പോയിൻറ്റ്സ് മാറ്റിക്കൊണ്ടിരുന്നത്, സിഗ്നൽ കൊടുത്തുകൊണ്ടിരുന്നൊക്കെ. ഡിസ്പ്ലേക്ക് വെച്ച് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ ടിക്കറ്റ് മേടിച്ചു. 30 രൂപയാണ്. 115 കിലോമീറ്റർ ഉണ്ട്. ഇങ്ങോട്ട് വന്ന ബ്രോഡ് ഗേജ് വണ്ടിക്ക് വെറും 25 രൂപയായിരുന്നു. ഇവിടെ ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം വെരാവൽ എക്സ്പ്രസിൻ്റെ കോച്ച് പൊസിഷൻ കാണിച്ചു തുടങ്ങി. 16333. ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ ഗിർനാർ യാത്ര എന്നുള്ള സംഭവമുണ്ട്. ഇതൊരു ഗിർനാർ ഒരു ട്രക്കാണ്, റിലീജിയസ് സംഭവമാണ്. ഗിർനാർ യാത്ര ജൈൻ മന്ദിർ എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ എൻജിൻ ഓണായി. നമുക്ക് നമ്മുടെ പോകാം. എൻജിൻ അവിടെ ഓണായി. സൗണ്ട് കേൾക്കാം. എന്ന് പറഞ്ഞ സൗണ്ടാണ്. ഇവിടെ ഇപ്പോൾ ബ്രേക്ക് സ്റ്റേബിൾ ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഓപ്പൺ ചെയ്യുക. ഇതാണ് മീറ്റർ ഗേജ് പ്ലാറ്റ്ഫോം. ഇത് പ്ലാറ്റ്ഫോം 1A. റൈറ്റ് സൈഡിലുള്ള ബ്രോഡ് ഗേജ് പ്ലാറ്റ്ഫോം, അത് പ്ലാറ്റ്ഫോം 1. ഇതാണ് നമുക്കിന്ന് പോകേണ്ട കുഞ്ഞു വണ്ടി. 2004 ബിൽഡ് കോച്ചൊക്കെയാണ്. 30 രൂപയ്ക്ക് അടുത്ത 4 മണിക്കൂർ നമുക്കിതിലെ യാത്ര എൻജോയ് ചെയ്യാം. ഇവിടുന്ന് ആരും കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഈ വണ്ടിക്ക് വെരാവലിന് വേണമെങ്കിൽ 4 മണിക്കൂർ എടുക്കും. ബ്രോഡ് ഗേജ് വഴി വെരാവലാണെന്നുണ്ടെങ്കിൽ കഷ്ടിച്ച് 2 മണിക്കൂർ മതി, പകുതി സമയം മതി. റേക്ക് പ്ലാറ്റ്ഫോമിലോട്ട് ഷണ്ട് ചെയ്യാൻ പോകുമെന്ന് തോന്നുന്നു. ഈ ലോക്കോൻ്റെ സൗണ്ട് കിട്ടില്ല. ഏതാണ് ആ ലോക്കോൻ്റെ സൗണ്ട്? ഇങ്ങനെ ഫുർ എന്നാണ് സൗണ്ട് ഉണ്ടാക്കുക. ഇത് ആക്ച്വലി ആൽക്കോ തന്നെയാണിത്. പക്ഷേ ആൽക്കോയിന് സിലിണ്ടേഴ്സിന് എണ്ണം കുറവാണ്. നമുക്കെൻ്റെ കൂടുതൽ എൻജിൻ സൗണ്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുമല്ലോ. ഞാൻ ആദ്യത്തെ കോച്ചിൽ തന്നെ കയറണമെന്നാണ് എൻ്റെ ഒരു പ്ലാന്. അപ്പോൾ റേക്ക് ജസ്റ്റ് ഷണ്ട് ചെയ്ത് പുറത്തോട്ട് പോയി. അപ്പുറത്ത് മാനുവലി കണ്ടോ പോയിൻറ്റ്സ് മാറ്റുന്നുണ്ടോ? പോയിൻറ്റ്സ് മാറ്റിയപ്പോൾ സിഗ്നൽ മാറി. ഇങ്ങനെയൊക്കെയാണ് പണ്ട് കാലത്തെ സിഗ്നലിംഗ് സിസ്റ്റം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് പുള്ളിയുടെ കയ്യിലൊരു മാനുവൽ കീ ഉണ്ട്. ഇനി എനിക്കൊന്ന് പുള്ളി അപ്പുറത്ത് പോയിട്ട് അടുത്ത പോയിൻറ്റ്സ് സെറ്റ് ചെയ്താൽ റേക്കിന് തിരിച്ചു വരാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ റേക്ക് ജസ്റ്റ് പ്ലാറ്റ്ഫോം ലൈനിലൂടെ തിരിച്ചു വരുന്നുണ്ട്. അതിന് വരെ ഹൂട്ടറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സർപ്രൈസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം ഇതുപോലത്തെ ഒരു കുഞ്ഞു ട്രെയിനിന് വേണ്ടി ഹൂട്ടറൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അവർ. വിസിലടിക്കുകയല്ല. കൊള്ളാം. ഇതിനകത്ത് ഒരു കമ്പാർട്ട്മെൻറ്റിനകത്ത് 64 പേർക്കാട്ടോ. ഇതിന് സൈഡ് സീറ്റ് ഇല്ല. ഇതിന് വരെ ലോങ് സീറ്റ് മാത്രമേ ഉള്ളൂ. അതാണ് ഒരു പ്രശ്നം. എന്തായാലും നമുക്ക് വണ്ടിക്കകത്ത് കയറാം. വണ്ടി വരട്ടെ. ഈ മീറ്റർ ഗേജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വീലിന് വലുപ്പം കുറവാണ്. താന്ന് നിൽക്കുന്ന ട്രെയിനുകൾ. പ്ലാറ്റ്ഫോം നമുക്ക് ട്രാക്ക് ലെവലിൽ മതി. ഇതാണ് നമ്മുടെ ട്രെയിനിലോട്ട് എൻട്രൻസ്.
ഇതിലോട്ടങ്ങ് പതുക്കെ ഉള്ളിലോട്ടങ്ങ് കയറാം നമുക്ക്. ട്രെയിനകത്തോട്ട് കയറി. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇനി ഒരു സൈഡിൽ മാത്രമേ ഇതുള്ളൂ, സീറ്റുള്ളൂ. കണ്ടോ? ഇനി ഇലക്ട്രിസിറ്റിയൊക്കെ ഉണ്ടോ? അതിന് ഓൺ ചെയ്യുമായിരിക്കും. ഓൺ ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയേഴ്സ്. ലൈറ്റില്ലാത്തതുകൊണ്ട് കുറച്ച് ജനൽ തുറന്നു, ഇനിയും തുറക്കാൻ ബാക്കിയുണ്ട്. ഇതാണ് സീറ്റ്. നല്ല മരപ്പലക സീറ്റാണ്. ആ ഇരിക്കുന്ന ബാഗ് എൻ്റെയാണ്. നല്ല മരപ്പലക സീറ്റാണ്. പണ്ട് കാലത്തെ സെക്കൻഡ് ക്ലാസ് കോച്ച് ഓർമ്മ വരുന്നത് കാണുമ്പോൾ. പുറപ്പെടാനുള്ള സമയമായിട്ടുണ്ട്. ഇവിടെ പിന്നെ ഇതൊന്നുമില്ല. എന്താ പറയുന്നത്, നമ്മുടെ സ്റ്റാർട്ടർ സിഗ്നൽ ഇതാണ്, സെമാഫോർ സിഗ്നലാണ്. ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല. അത് ആ വളവിന് ശേഷമാണത്. LP മാർക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ YDM4ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ YDM4ൻ്റെ വീതി കുറവാണ്. ആകെ ഒരു കൺട്രോൾ ക്യാബിനേ ഉള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ അതായത് ലോക്കോ പൈലറ്റിൻ്റെ ഷോർട്ട് ഹുഡിൻ്റെ അങ്ങോട്ട് നോക്കിയിരിക്കുമ്പോഴാണ് അയാൾക്കത് കൺട്രോൾ ക്യാബിൻ മുന്നോട്ട് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ ഡ്രൈവിന് ലോങ് ഹുഡ് ഫോർവേഡാണ് ലോക്കോ. അതായത് അപ്പോൾ ലോക്കോ പൈലറ്റ് തിരിഞ്ഞിരുന്നാണ് ഓടിക്കുക. അപ്പോൾ കൺട്രോൾസ് ബാക്കിലും അയാൾ തിരിഞ്ഞ് സ്റ്റൂളിലിരുന്നാണ് വണ്ടി ഓടിക്കേണ്ടത്. അങ്ങനത്തെ ഒരു പ്രത്യേക അവസ്ഥയാണ്. മണി 8 ആയിട്ടുണ്ട്. അങ്ങനെ 8:01 നമ്മൾ ജുനാഗഡിൽ നിന്നും യാത്ര തുടങ്ങിയാണ്. മാസങ്ങളുടെ പ്ലാനിങ് ആയിരുന്നു. മാസങ്ങളുടെ പ്ലാനിങ്, ഒരുപാട് മാസമായിട്ട് പ്ലാൻ ചെയ്യുന്നതായിരുന്നു. അങ്ങനെ ജുനാഗഡിൽ നിന്ന് നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ഈ യാത്ര നല്ല കുലുക്കവും ശബ്ദവും ബഹളവും ഒക്കെ ആയിരിക്കും. വരാവൽ തിരുവനന്തപുരം എക്സ്പ്രസ് വരേണ്ടതായിരുന്നു. ഇതുവരെ എത്തിയിട്ടില്ല. അതിനെ കാണാൻ പറ്റുന്ന വിചാരിച്ചിരിക്കുകയായിരുന്നു നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ്. ഇതിലും കൊണ്ട് വന്നിട്ടില്ല. വരുന്നുണ്ട്. അണ്ണൻ അവിടെ നിന്ന് വരുന്നുണ്ട്. നമ്മൾ കാണില്ല. നമ്മളെവിടെയും ക്ലിയർ ചെയ്യും. ജുനാഗഡ് അത്യാവശ്യം ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള സ്ഥലമാണ്. ഭൂതനാഥ് മഹാദേവ് മന്ദിർ.
ഇപ്പുറത്തെ സൈഡിൽ ഇതാണ്, ഇപ്പുറത്തെ സൈഡിൽ ഗിർനാർ എന്ന് പറഞ്ഞ മലയാണ് ആ കാണുന്നത്. ഗിർനാർ ഒരു തീർത്ഥസ്ഥലം കേട്ടോ. അവിടെ ഒരുപാട് 800ഓളം തീർത്ഥസ്ഥലങ്ങളുള്ളൊരു സ്ഥലമാണത്. നല്ല രസമുള്ള റൂട്ടാണ് കേട്ടോ ഇത്. ഒരു കാട് പോലത്തെ ഒരു പ്രദേശമാണ്. നമ്മൾ കാട്ടിൽ കയറിയിട്ടില്ല എൻ്റെ അറിവിൽ. നമ്മൾ കാട്ടിൽ കയറും, നമ്മൾ മറ്റേ ഗീർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നമ്മൾ കയറും. പക്ഷെ ഇപ്പം നമ്മൾ കാട്ടിനകത്ത് കയറിയിട്ടില്ല. അപ്പോൾ നമ്മൾ കാടിന് പുറത്ത് തന്നെയാണ് ഇപ്പോഴും. ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ഞാൻ നമ്മുടെ ഈ ഒരു കോച്ച് ടൂർ നടത്താം കേട്ടോ. കോച്ച് ടൂർ നടത്താൻ മാത്രമൊന്നുമില്ല. ഇതാണ് നമ്മുടെ കോച്ച്. ഇതാണ് എൻ്റെ സീറ്റ്. അതിൽ ആകെ 2 ഫാനുണ്ട്. ഒരു ഫാൻ വർക്കിംഗ് ആണ്, മറ്റേ ഫാൻ വർക്കിംഗ് അല്ല. ലൈറ്റ് ഉണ്ട്, പഴയകാലത്തെ ലൈറ്റാണ്. പക്ഷേ ഇതൊന്നും ഓൺ ചെയ്തിട്ടില്ല. പകലായതുകൊണ്ടായിരിക്കും അവർ ഓൺ ചെയ്യാത്തത്. കാര്യം ബാറ്ററി കൺസേർവ് ചെയ്യണമല്ലോ. പിന്നെ മൊത്തം 60 സീറ്റാണ്. അപ്പോൾ അതിനകത്ത് ഇനി അറ്റത്തൊന്ന് 2 ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റിൻ്റെ അവസ്ഥ ദുരിതമാണ്. 2 ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഇന്ത്യൻ സ്റ്റൈൽ സ്ക്വാഡ് ടോയ്ലറ്റ് ആണ് എല്ലാം. ടോയ്ലറ്റ് ഉണ്ട്. വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളമൊക്കെ വരുന്നുണ്ട്. 2 ടോയ്ലറ്റ് ഉണ്ട്. വെസ്റ്റിബ്യൂൾഡൊന്നും അല്ല, നോൺ വെസ്റ്റിബ്യൂൾഡാണ്. പുറത്ത് വാഷ് ബേസ് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. മൊത്തത്തിൽ നല്ല രസമുണ്ട്. പഴയകാലത്തെ യാത്രകളാണ് ഇതെല്ലാം. ഈ യാത്രയിലുണ്ടല്ലോ, അതിങ്ങനെ വണ്ടി ഇങ്ങനെ ആടിയാണ് പോകുന്നത്. അതിന് സസ്പെൻഷനൊക്കെ അത്രേ ഉള്ളൂ. നല്ല രസമുണ്ട്. പക്ഷേ നമ്മൾ ആദ്യത്തെ സ്റ്റോപ്പ് എത്തിയോന്നൊരു സംശയം. പ്രത്യേകിച്ച് പ്ലാറ്റ്ഫോമിൽ ഇതൊന്നും കാണാനില്ല ഇവിടെ. ആദ്യത്തെ സ്റ്റോപ്പ് എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. നല്ല സുഖമുണ്ട്. പക്ഷെ നല്ല നടുവേന എടുക്കുന്നത്. കാര്യം ബാക്കിന് തീരെ സപ്പോർട്ടില്ലാത്തൊരു ഡിസൈനാണ്. നല്ല നടുവേന എടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ. ഇനി നമുക്ക് ദൂരം കുറേ പോകണ്ട. ആദ്യത്തെ സ്റ്റേഷൻ എത്തിയെന്ന് തോന്നുന്നു. എന്തൊരു ബോർഡുണ്ട്. സ്റ്റേഷനൊന്നും അല്ലായിരുന്നു, എന്തോ ഒരു ബോർഡുണ്ട്. അതിന് മുൻകാല സ്റ്റേഷനായിരിക്കും. ഇവിടെ ലെവൽ ക്രോസ് ഉണ്ട്. ലെവൽ ക്രോസിലൊക്കെ ഒരു ആൾ വന്ന് നിന്ന് ഇങ്ങനെ ജസ്റ്റ് അടച്ചു വിട്ടിട്ട് പോകും. നമ്മൾ കാട്ടിൽ കയറിയെന്ന് തോന്നുന്നു. കാര്യം ഫോറസ്റ്റുകാരുടെ ഓഫീസൊക്കെ കാണാനുണ്ട്. കിടുക്കാച്ച് റൂട്ടാട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. മഴക്കാലം കുറച്ചും കൂടി ഭംഗിയായനെ. സ്പീഡ് റെസ്ട്രിക്ഷൻസ് ആണ്. സ്റ്റേഷനിലെത്തി. തൊറണിയ. ഇവിടെ ഗാർഡനെടുത്ത് പോയി ടിക്കറ്റ് മേടിക്കണം. ഗാർഡനാണ് ടിക്കറ്റ് കൊടുക്കുന്നത്, അല്ലാണ്ട് ഇവിടെ ഇതില്ല. ഇതാണ് ഒരു സെമാഫോർ സിഗ്നൽ. പക്ഷേ എൻ്റെ സെമാഫോറൊക്കെ ഒടിഞ്ഞുപോയി. ആ കാണുന്ന മലകളായിരുന്നു ഗിർനാർ മലകൾ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതിൻ്റെ മുകളിൽ 800ഓളം പിൽഗ്രിമേജ് സ്ഥലങ്ങളുണ്ട്. അത്ര 800 എണ്ണം. ജൈനമതത്തിൻ്റെയും അതുപോലെ ഹിന്ദു മതത്തിൻ്റെയും പിൽഗ്രിമേജ് സെൻറ്ററുകളുണ്ട് അത്ര. അതിൻ്റെ മുകളിൽ ദത്താത്രേയ പീക്കുണ്ട്. അതാണ് അത്ര ഗിർനാറിൻ്റെ ഹയസ്റ്റ്. നമ്മുടെ തിരുവണ്ണാമലയിൽ ഗിരിവലം പോകുന്ന കേട്ടിട്ടുണ്ടാവും. കാർത്തിക ദീപം സമയത്ത് ആൾക്കാർ ഗിരിവലം മലയെ ചുറ്റി നടക്കും. അതേപോലെ ഗിർനാറിനെയും പ്രദക്ഷിണം വയ്ക്കും അത്ര. കുറേ
നേരത്തെ സീനറി ഏകദേശം ഒരുപോലെ തന്നെ. ഇത് മാവ് പോലെ ഉണ്ടാവും, മാന്തോപ്പാണ്. കുറേ നേരത്തെ സീനറി ഒരുപോലെ തന്നെ ഉണ്ട്. ക്രോസിംഗ് ലൈനൊക്കെ ഉണ്ടായിരുന്ന ശേഷമാണ് എല്ലാം പറിച്ചു കളഞ്ഞു. പക്ഷേ നമ്മുടെ രണ്ടാമത്തെ സ്റ്റോപ്പ് ബിൽഖ എന്ന സ്റ്റേഷനിലേക്ക് എത്തുന്നു. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഇത് പണ്ട് കാലത്ത് ഒരു ക്രോസിംഗ് സ്റ്റേഷനായിരുന്നു. ഇപ്പോൾ ക്രോസിംഗ് ഒന്നുമില്ല, ഇപ്പോൾ സിംഗിൾ ലൈൻ സ്റ്റേഷൻ തന്നെയാണ്. അങ്ങനെ ബിൽഖ സ്റ്റേഷൻ നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്പീഡ്. 48, 49, 47. ഇടയ്ക്കിടയ്ക്ക് 30 km/h സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. പ്രത്യേകിച്ച് ഇതൊക്കെ വരുമ്പോൾ ലെവൽ ക്രോസ് വരുമ്പോൾ 30 km/h സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഈ ഒരു സ്പീഡിനാണ് മീറ്റർ ഗേജ് ട്രെയിൻ പോകുക. 60 മാക്സിമം. നമ്മളിപ്പോൾ ജുനീച്ചാവണ്ട് എന്ന് പറഞ്ഞ സ്റ്റേഷനോട് എത്താൻ പോവാം. ജുനീച്ചാവണ്ട് എന്നാണ് എനിക്ക് ഗൂഗിൾ മാപ്പിൽ നിന്ന് മനസ്സിലായത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിസാവാദാർ ജംഗ്ഷനിലെത്തും. വിസാവാദാർ ജംഗ്ഷനിൽ വെച്ച് നമ്മുടെ പെയറിംഗ് ട്രെയിൻ, അതായത് വെരാവൽ ജുനാഗഡ് മീറ്റർ ഗേജ് പാസഞ്ചർ നമ്മൾ ക്രോസ് ചെയ്യും. ഒരു പുഴ കണ്ടു. ഒരു സോളാർ പാടം. ഇപ്പോഴും തീരെ ആളില്ലാത്ത വണ്ടിക്കകത്ത്. ഇതിനപ്പുറത്ത് ദൂരം ആളും കൂടി ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പുറത്തെ സൈഡിൽ, കോച്ചിന് മറ്റേ സൈഡിൽ ഒരു 3-4 പേരുണ്ട്. ട്രെയിൻ കുഞ്ഞു ട്രെയിൻ ആണെങ്കിലും വാതിലിനൊക്കെ നല്ല വെയിറ്റാണ്. ഇതാണ് ജുനീച്ചാവണ്ട്. ഇവിടെ ടിക്കറ്റ് കൊടുക്കാൻ ആളില്ല. ടിക്കറ്റ് മേടിക്കേണ്ടത് നമ്മൾ ഗാർഡിൻ്റെ അടുത്തു നിന്നാണ് ടിക്കറ്റ് മേടിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാവരും ഇവിടുന്ന് കയറുന്ന ആൾക്കാരൊക്കെ ഇനി ഗാർഡ് വാനിൻ്റെ അടുത്ത് പോയിട്ട് ഗാർഡിനടുത്തു നിന്ന് ടിക്കറ്റ് മേടിച്ചിട്ട് വേണം ട്രെയിനിൽ കയറാൻ. നമ്മളങ്ങനെ ജുനീച്ചാവണ്ട് എന്ന് പറഞ്ഞ സ്റ്റേഷൻ എടുക്കുകയായി. അടുത്താണ് വിസാവാദാർ ജംഗ്ഷൻ. വിസാവാദാർ ജംഗ്ഷൻ നമുക്ക് ക്രോസിംഗ് ഉണ്ടാവും. റാഫഡ്
നമ്മളിപ്പോൾ ഏകദേശം വിസാവദർ ജംഗ്ഷനിലേക്ക് എത്താറായി. നമ്മൾ കാണുന്നതായിരുന്നു വിസാവദർ ഹോം സിഗ്നൽ. ഈ മീറ്റർ ഗേജ് ലൈനിൽ ആകെ ഹോം സിഗ്നലും സ്റ്റാർട്ടറും മാത്രമേ ഉള്ളൂ. അതിനല്ലാണ്ട് വേറെ ഡിസ്റ്റൻസോ ഒന്നുമില്ല. അപ്പുറത്ത് മറ്റേ ലൈൻ കാണാം. ഇത് ആമറേലി എന്ന് വരുന്ന ലൈനാണ്. ആമറേലി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്ന ലൈനാണ് ഇപ്പുറത്തെ സൈഡിൽ കാണുന്നത്. ഒരു ജംഗ്ഷൻ സ്റ്റേഷനാണ് വിസാവദർ. കണ്ടോ സിഗ്നൽസ് കണ്ടോ? ഇതിനാണ് നമ്മൾ സെമാഫോർ സിഗ്നലിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ആമറേലി എന്ന് വരുന്ന ലൈന്. റൈറ്റ് സൈഡിലാണ് പ്ലാറ്റ്ഫോം. റൈറ്റ് സൈഡിലാണ് ക്രോസിംഗ് ട്രെയിൻ നിൽക്കുന്നത്. ഇതൊക്കെ മാനുവൽ പോയിൻറ്റ്സ് ആണ്. കണ്ടില്ലേ? ഇതൊക്കെ മാനുവലി കൺട്രോൾഡ് പോയിൻറ്റ്സ് ആണ്. പിന്നെ എനിക്കൊന്ന് 5 kmph 10 kmph കണ്ട സ്പീഡ് റെസ്ട്രിക്ഷൻ. ഇത് നമ്മളൊക്കെ അത് ഓപ്പോസിറ്റ് ട്രെയിൻ അവിടെ നിൽക്കുന്നുണ്ട്. ഇതൊരു സ്പെയർ റേക്കും കിടക്കുന്നുണ്ട്. കണ്ടോ? കിടക്കുന്ന ഓപ്പോസിറ്റ് ട്രെയിൻ 6402 ആണ്. സാബർമതി സ്റ്റേഷൻ്റെ YDM4. ഇതാണ് വെരാവൽ ജുനാഗഡ് എക്സ്പ്രസ്, വെരാവൽ ജുനാഗഡ് പാസഞ്ചർ. ഇതിൽ പിന്നെ ആളുണ്ട്. നമ്മുടെ വണ്ടി തീരെ ആളില്ല. ഇവിടുന്ന് ഒരുപാട് യാത്രക്കാർ കയറാനുണ്ട് കേട്ടോ. എല്ലാവരും ബാക്കിലെ കോച്ചുകളിൽ കയറി കൊള്ളായിരുന്നു. അപ്പം നമുക്ക് കുറച്ചും കൂടി പീസ്ഫുള്ളി പോകാം. കാര്യം സ്ത്രീകൾ കയറി കഴിഞ്ഞാൽ ബഹളമായിരിക്കും വണ്ടിക്കകത്ത്. ആൾക്കാരൊക്കെ കയറി കഴിഞ്ഞു. മറ്റവൻ പുറപ്പെട്ടു. ജുനാഗഡ് പാസഞ്ചർ ഇതവൻ ഇറങ്ങിപ്പോകുന്നു. ഇതാണ് വിസാവദർ സ്റ്റേഷൻ. നടക്കുന്നൊരു ഇഷ്ടംപോലെ പോയിൻറ്റ്സ് അവിടെ ഇവിടെയൊക്കെ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നതിന്. നമ്മളിതുവരെ പുറപ്പെടാറായിട്ടില്ല. കാര്യം അപ്പുറത്തെ ഗേറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിരുന്നു. ഗേറ്റ് ഇപ്പോൾ അടഞ്ഞു എന്ന് എനിക്കറിയില്ല. ഇപ്പുറത്തെ സൈഡിൽ കിടക്കുന്ന സ്പെയർ കോച്ചസ് ആണ്. ലോക്കമൊന്നുമില്ല. കുറച്ച് കോച്ചസ് കിടക്കുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിൽ. നമ്മൾ പുറപ്പെടാറായെന്ന് തോന്നുന്നു. അയാൾ കൊണ്ടുപോകുന്നതാണ് നീൽസ് ബോൾ ടോക്കൺ. അതായത് ഈ ട്രെയിൻ അടുത്ത ബ്ലോക്ക് സെക്ഷൻ വരെ പോകാനുള്ള ഓത്തറൈസേഷനാണ് കൊടുക്കുന്നത്. ഈ ഓത്തറൈസേഷൻ്റെ ബേസിലാണ് ട്രെയിൻ അടുത്ത സെക്ഷൻ വരെ പോകുന്നത്. പൊടി വീശി വണ്ടി പുറപ്പെടാൻ റെഡിയായി. ആ കൊടുത്തതിനെ ഹൂപ്പ് എന്ന് പറയും. അതായത് ആ ബോൾ ടോക്കൺ വെക്കാനുള്ള ഒരു എക്യുപ്മെൻറ്റ് മാത്രമാണ് ഹൂപ്പ്. അതായത് ട്രെയിൻ സ്പീഡിൽ ഓടിപ്പോകുമ്പോൾ അത് പിക്ക് ചെയ്യാനുള്ള സൗകര്യത്തിനാണ് ഹൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും നിർത്തി പോകുന്നതായതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഹൂപ്പിൻ്റെ ആവശ്യമില്ല. പക്ഷേ ആ ടോക്കൺ കളഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഒരു ബോൾ പോലത്തെ ഒരു ടോക്കണാണ്. കാര്യം ഈ ബോൾ സിഗ്നലിംഗ് സിസ്റ്റത്തിൽ കിട്ടാൻ മാത്രമേ സിഗ്നലിംഗ് സിസ്റ്റം അവർക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുന്ന് കൊടുക്കുന്ന ഈ ബോളാണ് ഇയാളുടെ ഓത്തറൈസേഷൻ. അടുത്ത ബ്ലോക്ക് സ്റ്റേഷൻ, എൻ്റെ അറിവിൽ തലാല ജംഗ്ഷൻ അടുത്ത ബ്ലോക്ക്. അത് സാസൻഗീറാണോ അറിയില്ല. അവിടെ എത്തുമ്പോൾ അയാൾ ഈ ബ്ലോക്ക് ഈ ബോൾ അവിടെ കൊടുത്തിട്ട് അവിടുന്ന് പുതിയ ബോൾ മേടിക്കും, പുതിയ ടോക്കൺ മേടിക്കും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്.
അപ്പം നമ്മളങ്ങനെ തിരിച്ച് മെയിൻ ലൈനിലോട്ട് കയറുന്നു. ഇതാണ് ഈ സ്റ്റേഷൻ്റെ ഹോം സിഗ്നൽ. ഇതാണ് വിസാവദാർ ജംഗ്ഷൻ. ഇനി ഈ റൂട്ടിലെ ജംഗ്ഷൻ ഉള്ളത് തലാലയിലാണ്. തലാലയിൽ വെച്ചാണ് നമ്മൾ ദേലവാഡയിലേക്കുള്ള ലൈനെ ക്രോസ് ചെയ്യുക, മീറ്റ് ചെയ്യുക. ഇതും ഒരു കാലത്ത് വെള്ളം ഉണ്ടാകുന്ന പുഴയായിരുന്നു. ഇനി മഴക്കാലത്ത് കയറുമ്പോൾ നല്ലോണം വെള്ളം വരുമായിരിക്കും. എനിക്കറിയില്ല ഇത് റെയിൻ ഷാഡോ റീജിയൻ വല്ലതും ആണോ എന്ന്. വളരെ ഡ്രൈ ആയിട്ടൊരു പ്രദേശമാണ്. വളരെ ഡ്രൈ ആയിട്ടൊരു പ്രദേശത്തൂടെയാണ് പോകുന്നത്. സ്ട്രെയിറ്റ് ലൈൻ കേട്ടോ. പല സ്ഥലത്തും വലിയ വളവും തിരിവൊന്നുമില്ല. നേർരേഖ പോലെ കിട്ടിയിരിക്കുക വരാൻ ലൈന്. കുലുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി, ഇങ്ങനെ നോക്കിയാൽ മതി. കുലുങ്ങുന്നുണ്ടോ വണ്ടി? എന്തോരം പുഴയായിരുന്നു, മിസ്സായി. സത്താധർ. ഇവിടെ ചായക്കടയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. ടിക്കറ്റ് കൗണ്ടറും കാണും. ടിക്കറ്റ് കൗണ്ടറും ഉണ്ട് ഇവിടെ. ഹോൾട്ട് സ്റ്റേഷനാണ്. ടിക്കറ്റ് കൗണ്ടറുള്ള സ്ഥലമാണ്. സത്താദർ സ്റ്റേഷനും പണ്ടൊരു ക്രോസിംഗ് സ്റ്റേഷനായിരുന്നു. അവിടെ പഴയ ലൈനൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ക്രോസിംഗൊക്കെ പോയി. ഇപ്പോൾ ഹോൾട്ട് സ്റ്റേഷനാണ്. ഇത് ഈ ലൈൻ അടയ്ക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ റെയിൽവേ അപ്രൂവൽ നൽകിയിട്ടുണ്ടായിരുന്നതാണ്. ഈ ലൈൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഗേജ് കൺവേർഷൻ നടത്താനായിട്ട്. പക്ഷേ മറ്റേ നമ്മുടെ ക്ലിയറൻസ് കിട്ടാത്തതുകൊണ്ട് പിന്നെ വർക്ക് അങ്ങ് നിന്ന് പോയതാണ്. ക്ലിയറൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വർക്ക് നടന്നേനെ. ക്ലിയറൻസ് കിട്ടാണ്ട് പോയതുകൊണ്ട് മാത്രം വർക്ക് നിന്ന് പോയതാണ്. കാട്ടിൽ കയറിയോന്നൊരു സംശയം. നമ്മൾ സാസൻഗീർ എത്താറായിട്ടുണ്ട്. അതിന് മുമ്പത്തെ സ്റ്റേഷന് കെസാനിയ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്തുന്നു. ഇപ്പോൾ കെസാനിയ കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ സാസൻഗീറാണ്.
ഉണങ്ങിയിരിക്കുകയാണ്. ഈ ഉണങ്ങി ഇതിൻ്റെ ഈ മണ്ണിൻ്റെ കളറിനോട് കാമോഫ്ലാജ്ഡ് ആയിട്ടായിരിക്കുമല്ലോ ഇവിടുത്തെ സിംഹങ്ങളുടെയും തൊലിക്കളറ്. അതായത് ഇന്ത്യയിലെ ഏഷ്യാറ്റിക് ലയണിൻ്റെ ഏക ഹോം ഗ്രൗണ്ടായ സാസൻ ആണ് നമ്മൾ കടന്നു പോകുന്നത്. ഗീർ വൈൽഡ് ലൈഫ് സാങ്ച്വറി കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ വീണ്ടും ഒരു സിഗ്നൽ കണ്ടു. ഇത് ബ്ലോക്ക് സെക്ഷനാണ്. ഈ സൈഡിൽ കൂടെ പോകുന്ന ഈ കമ്പിയില്ലേ, ഇത് ആ സിഗ്നലിനുള്ള ഇതാണ്, സിഗ്നലിങ്ങിനുള്ള കേബിളാണിത്. കാര്യം ഇതൊക്കെ മാനുവൽ സിഗ്നൽസ് ആണ്, ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് അല്ല. ഇതിവിടുന്ന് സ്റ്റേഷൻ വരുന്നത് അടുത്ത സിഗ്നൽ. ഇത് റിപ്പീറ്റർ സിഗ്നലാണ്. അടുത്ത സിഗ്നൽ പോസ്റ്റ്. ഇവിടെ ഒരു സ്റ്റാഫ് നിന്ന് സിഗ്നൽ മാറ്റുക ചെയ്യുന്നത്. അടിപൊളിയാണ്. ഈ ലൈൻ മൊത്തം മാനുവൽ ഓപ്പറേഷൻസ് ആണ്. ഇവിടെ വീണ്ടും ലൂപ്പ് ലൈനൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഏതാ സ്റ്റേഷനാവോ? ഇപ്പോൾ വീണ്ടും ലൂപ്പ് ലൈനൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കൻസിയാനാസ് എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. കൻസിയാനേഷ്. ഇതൊരു ബ്ലോക്ക് സെക്ഷൻ സ്റ്റേഷനായിരുന്നു കേട്ടോ. ടോക്കൺ എക്സ്ചേഞ്ച് ഉണ്ട്, അത് മിസ് ചെയ്തു. നമ്മൾ ജസ്റ്റ് മിസ്സായിരുന്നു. ഇവിടെ ഈ ട്രെയിനിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല. കാൻസിയാനേഷ്. लेफ्ट साइड में, वो साइड में निकलने के बाद ഒരാൾ വന്നിട്ട് പറയാം ലെഫ്റ്റ് സൈഡിൽ നല്ല വിഷ്വൽസ് ഇപ്പോൾ കിട്ടുന്നത്. പോയി ലെഫ്റ്റ് സൈഡ് പിടിച്ചേക്കാം. ആൾക്കാർ പറഞ്ഞു തരുമ്പോൾ നമ്മൾ പിന്നെ അത് ചെയ്യണം. കാൻസിയാനേഷ് എന്ന സ്റ്റേഷനിൽ പുറപ്പെട്ടു. ആയി നല്ലൊരു പാലം, അടിപൊളി, നല്ല വ്യൂ ആണ്. നല്ല അടിപൊളി സൈറ്റാണ്. നമ്മൾ ശരിക്കും കാട്ടിലോട്ട് കയറിയിട്ടോ. ഇപ്പോൾ ഇതൊക്കെ ആൾക്കാർ കാത്തുനിൽക്കുന്നത് റെയിൽവേ സ്റ്റാഫാണ്, ഗാങ്മാനും ഒക്കെയാണ്. ട്രാക്ക് വർക്ക് നടക്കുന്നുണ്ടോ? നല്ല കാടാണിത്. വല്ല സിംഹത്തിനെല്ലാം കാണാൻ കിട്ടുമോ എന്ന്. നമ്മളിപ്പോൾ പ്രോപ്പർ കാട്ടിലാട്ടോ. ഇവിടെ പക്ഷേ ആനിമൽസൊന്നും ഞാനിതുവരെ കണ്ടില്ല. പിന്നെ നേരം വെളുത്ത് മീൻസ് അധികം നേരം ആയിട്ടില്ലല്ലോ. ഉച്ച കഴിഞ്ഞിട്ടും വൈകുന്നേരമൊക്കെ സാധനം ആനിമൽസ് പുറത്ത് വരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. നമ്മളൊരു വൈൽഡ് ലൈഫ് സഫാരിയിലാണിപ്പോൾ. ഇതൊന്ന് അകത്തൊരു പാത കാണുന്ന ചിലപ്പോൾ വൈൽഡ് ലൈഫ് സഫാരിയുടെ പാതയായിരിക്കും. അകത്തൊരു വഴി കാണാം, റോഡല്ലത്, മൺവഴി. അത് മിക്കവാറും വൈൽഡ് ലൈഫ് സഫാരി പോകുന്ന വഴി ആയിരിക്കും. അൺമാൻഡ് ലെവൽ ക്രോസിംഗ് ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വഴി. അൺമാൻഡ് അല്ല, മാൻഡ് തന്നെ. ഇതാണ് വഴി. ടാറിട്ട വഴിയൊന്നുമല്ല.
എരുമയാട്ടോ, നാടൻ എരുമയാണ്, അല്ലാണ്ട് ഇതൊന്നുമല്ല, കാട്ടുപോത്തൊന്നും അല്ല കേട്ടോ. മൃഗങ്ങളൊന്നും കണ്ടില്ലല്ലോ എന്ന് വെച്ച് ഞാൻ എടുത്തത്, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. മൃഗങ്ങളുണ്ടെന്നാണെന്ന് തോന്നുന്നു ബോർഡ്. ഗുജറാത്തിയിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നവർ. പിന്നെ ഇവിടെ ഓടുന്ന ക്രൂവിനൊക്കെ ഗുജറാത്തി അറിയായിരിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളെപ്പോലെ നാട് കാണാൻ വരുന്നവർക്കല്ലേ പ്രശ്നമുള്ളൂ. ഇപ്പുറത്തെ സൈഡിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ, സ്ഥലം കാണാൻ. ഒരു കാടിൻ്റെ രണ്ട് സൈഡാണല്ലോ. എന്തായിരുന്നു അവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. എല്ലാ ഫോറസ്റ്റുകാർ ഓഫീസോ റെസ്റ്റ് ഹൗസോ ഗസ്റ്റ് ഹൗസിലൊക്കെ ആയിരുന്നിരിക്കും. അട്ടിക്കൂടെ പോകുമ്പോൾ നമ്മുടെ സ്പീഡ് ഏകദേശം ഇത്രയുണ്ട്. എനിക്കത് 35 30 മാക്സിമം നമ്മൾ പിടിച്ചിരിക്കുന്നത്. 35 എററാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ഡാമിൽ നിന്ന് വെള്ളം വരുന്ന വഴിയാണെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. അടിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. വാട്ടർ ടാങ്കൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളങ്ങനെ സാസൻഗീർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്താറായി. എനിക്ക് തോന്നുന്നു ഫോറസ്റ്റ് അവസാനിക്കുന്ന അവിടെയാണെന്ന് തോന്നുന്നു. ഫോറസ്റ്റ് അവസാനിക്കുന്നില്ല, ഞാൻ നോക്കിയിടത്തോളം. ഇതിന് തലാള എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടെ ഫോറസ്റ്റ് തന്നെയാണ്. ഇവിടുത്തെ സെമാഫോർ. ഇത് ലോവർ ക്വാഡ്രൻ്റ് സെമാഫോർ എന്ന് പറയും. ഇതിൽ 2 ആസ്പെക്റ്റേ ഉള്ളൂ, സ്റ്റോപ്പും പ്രൊസീഡും മാത്രമേ ഉള്ളൂ. ഇനി വേറെ ആസ്പെക്ട്സ് ഒന്നുമില്ല. ഇതിന് നമ്മൾ സ്റ്റേഷനിലേക്ക് എത്തിയെന്ന് തോന്നുന്നു ഓൾറെഡി. ചെക്കന്മാർക്ക് ആ ലാക്ക് ഓഫ് ഇതാണ്, വളർത്തദോഷമാണ് ആ കാണുന്നത്. ഈ നടുവരൽ പൊക്കി കാണിക്കുന്നതൊക്കെ. നമ്മളങ്ങനെ സാസൻഗീർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ടോക്കൺ എക്സ്ചേഞ്ച് കാണാൻ പറ്റും നമുക്ക്, പ്രോബബിളി ഭാഗ്യമുണ്ടെങ്കിൽ. യെസ്, ഇതാണ് സാസൻഗീർ സ്റ്റേഷൻ. ഇവിടുന്ന് കുറച്ച് ആൾക്കാർ കയറാനുണ്ട്. ചാ നാസ്താനി ദുക്കാൻ, പക്ഷേ ചായയും ഇല്ല, നാസ്തയും ഒന്നും അടഞ്ഞിടക്കുക. മൻസുഖ്ലാൽ ലാൽജി. നമ്മളിപ്പോൾ സാസൻഗീർ സ്റ്റേഷനിൽ പുറപ്പെടുകയാണ്. ഇവിടെ 2 ലൂപ്പ് ലൈൻ ഉണ്ടായിരുന്നു. വെള്ളം നിറയ്ക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ കാണുന്നത് സാസൻ എന്ന് പറഞ്ഞല്ല, ഗീർ എന്ന് പറഞ്ഞാൽ പശുവാണ്. പശുവിൻ്റെ സൈസ് വലുതാണ്. നീണ്ട ചെവിയാണ് അതിന്, നല്ല നീളമുള്ള ചെവി, ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ടൈപ്പ് ചെവിയാണ്. അപ്പം അങ്ങനെ നമ്മൾ സാസൻഗീർ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. വൈൽഡ് ലൈഫ് സഫാരിയുടെ വണ്ടി കിടക്കുന്നുണ്ടായിരുന്നു ഇതിനകത്ത്. ഇവിടെ നിന്നാണ് സഫാരി സ്റ്റാർട്ടാവുന്നത്. സാസൻഗീർ കഴിയുമ്പോൾ വണ്ടി കാലിയായി, കണ്ടോ, ആരുമില്ല.
ഞാൻ മാത്രമേ ഉള്ളൂ ഈ കോച്ചിലിപ്പോൾ. ഒറ്റ യാത്രക്കാരനായി. മനുഷ്യനില്ല. ഇനി അടുത്ത സ്റ്റോപ്പ് ആകുമ്പോൾ ഞാൻ കയറുമായിരിക്കും. കാട് കഴിഞ്ഞ് നാട്ടിലേക്ക് കയറിയോ എന്നൊരു സംശയം. കാട് കഴിഞ്ഞിട്ടേ നാട്ടിൽ കയറിയോ എന്നൊരു സംശയം. നല്ല ടാറിട്ട റോഡൊക്കെ ഉണ്ട് ഇവിടെ. അടുത്ത സ്റ്റേഷനിൽ നമ്മളെത്തി. പക്ഷേ ഇവിടെ ഒരു മനുഷ്യനില്ല. ആരും കയറാനും ഇറങ്ങാനൊന്നുമില്ല. നമ്മൾ പോയി. ഈ റൂട്ടിൽ ആൾക്കാർ ടിക്കറ്റൊന്നും മേടിക്കാറില്ലെന്ന് തോന്നുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, ഗാർഡനടുത്തൊന്നും ടിക്കറ്റ് മേടിക്കേണ്ടത്. ഒരാൾ ജസ്റ്റ് നടന്നു വന്ന് ഗാർഡൻ്റെ തന്നെ തൊട്ടപ്പുറത്തെ കോച്ചിലും കയറി. ഇപ്പം നല്ല ചൂടായി തുടങ്ങി. കാട് കഴിഞ്ഞു. ഇതൊക്കെ മാന്തോപ്പായി. മാവാണ് മൊത്തം. നമ്മളങ്ങനെ ഈ റൂട്ടിൽ അടുത്ത ജംഗ്ഷനായ തലാള ജംഗ്ഷനിലേക്ക് എത്താൻ പോവാണ്. ബ്ലോക്ക് സ്റ്റേഷനാണ്, ക്രോസിംഗ് സ്റ്റേഷനാണ്. സിഗ്നൽ ഉണ്ട് ഇവിടെ. ഈ സിഗ്നൽ ക്ലിയർ ആസ്പെക്റ്റ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ആംബർ ഇല്ല. ഇവിടെ ചുവപ്പും പച്ചയും മാത്രമേ ഉള്ളൂ. ഈ വരുന്നതാണ് ദേൽവാഡ എന്നുള്ള ലൈന്. ദേൽവാഡയിലേക്ക് ഇപ്പോൾ ട്രെയിൻ സർവീസ് ഇല്ല. മീൻസ് ഇവിടെ നിന്നില്ല, ജുനാഗഡിൽ നിന്നില്ല. വെരാവൽ എന്നൊരു ട്രെയിനുണ്ട്. ദേൽവാഡ പ്രശ്നം എന്ന് വെച്ചാൽ പോയ സെയിം ഡേ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. കാരണം ട്രെയിൻ അടുത്ത ദിവസം തിരിച്ചു വരുള്ളൂ. അല്ല പിന്നെ ദേൽവാഡ ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് ബസ്സിന്, അവിടുന്ന് ദീവ് വളരെ അടുത്താണ്. അവിടുന്ന് ദീവിൽ പോയിട്ട് അവിടുന്ന് ബസ്സിന് തിരിച്ചു വരണം. അത്യാവശ്യം വലിയ സ്റ്റേഷനാണിത്. ഇവിടെയും ഒരു സ്പെയർ റേക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ട് ഇവിടെ മെയിൻ ലൈൻ കൂടാതെ 3 ലൂപ്പ് ലൈൻ ഉണ്ട്. മീറ്റർ ഗേജ് ട്രെയിനുണ്ട്. പിന്നെ ഹൈ ലെവൽ പ്ലാറ്റ്ഫോം ഒന്നും വേണ്ടല്ലോ. നമ്മളങ്ങനെ തലാല ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 2-3 യാത്രക്കാർ കയറാനുണ്ട്. ഇവിടെ 2 ചായക്കടയുണ്ട്. സ്റ്റേഷൻ ബിൽഡിങ്. അങ്ങനെ കുറേ നേരം വണ്ടിക്കകത്ത് നിന്നിട്ട് ഞാനിപ്പോൾ ഒന്ന് ഇറങ്ങി, ഇങ്ങോട്ട് നിർത്താൻ വേണ്ടി ഇറങ്ങി. ഇങ്ങനെ ഇവിടെ കുറച്ച് നേരം നിൽക്കും തോന്നുന്നു. കാര്യം ഇവിടെ ആൾക്കാർ സമാധാനമായിട്ട് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കൊരൊന്നും മേടിക്കണ്ട. അവിടെ സ്നാക്സും ചായയും ഒക്കെ ഉണ്ടായിരുന്നു.
പറഞ്ഞ പോലെ വലിയ ആടാണ് കേട്ടോ. 2-3 സ്റ്റേബിളിംഗ് ലൈൻ ഉണ്ട്. അതിൽ മൂന്നാമത്തെ ഒരു റേക്കും കിടക്കുന്നുണ്ട്. നമ്മൾ മെയിൻ ലൈനിൽ തരുന്നത്. നമ്മൾ പുറപ്പെടുകയായി. അപ്പം നമ്മളങ്ങനെ തലാല സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. സമയം 10:52 ഇവിടെ 10:51 വിടേണ്ട വണ്ടിയായിരുന്നു. കറക്റ്റ് ടൈം. റെയിൽവേ ലൈൻ്റെ ചെറിയൊരു ഹിസ്റ്ററി പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ വന്നത്. റെയിൽവേ ലൈൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് 1890കളിൽ ജുനാഗഡ് സ്റ്റേറ്റ് റെയിൽവേ ആയിട്ടാണ് ഈ റെയിൽവേ ലൈൻ തുടങ്ങിയത്. അന്ന് ജുനാഗഡ് സ്റ്റേറ്റ് റെയിൽവേ ലൈനിൽ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ജുനാഗഡ്, വെരാവൽ ഇതൊക്കെ വെരാവൽ ഒരു പോർട്ട് സിറ്റി ആയിരുന്നു. വെരാവൽ, ദേലവാഡയിൽ നിന്നൊക്കെ ഉള്ളിലേക്ക് ഇന്റീരിയർ ഗുജറാത്തിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അങ്ങനെ ഈ ലൈന് ഇവിടെ നിന്ന് അങ്ങനെ ലേ ചെയ്ത് രാജ്കോട്ട് വരെ അവർ ലേ ചെയ്തിരുന്നു ഈ ലൈന്. പിന്നീട് 1900കളുടെ അവസാനവും 2000 ആദ്യകാലമൊക്കെ ആയിട്ടാണ് രാജ്കോട്ടിൽ നിന്ന് വെരാവലിലേക്കുള്ള ലൈൻ ബ്രോഡ് ഗേജ് ആവുകയും ഈ ലൈൻ ഈ ഗിർ സാങ്ച്വറി കൂടെ പോകുന്നതുകൊണ്ട് മാത്രം ഈ ഒരു സ്ട്രെച്ച്, അതായത് അമരേലിയിൽ നിന്ന് നമ്മുടെ വിസാവാദർ വരെയും ജുനാഗഡ്, വിസാവാദർ, തലാല ദേലവാഡ, അതുപോലെ തലാല, വെരാവൽ ഇത്രയും ലൈനുകൾ ഇപ്പോഴും പെൻഡിങ് ആവുകയും ചെയ്തു. അത് ഈ ഗീർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഗീർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉള്ളതുകൊണ്ട് അവർക്ക് ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇത് അപ്രൂവ് ആയതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ഹെറിറ്റേജ് ലൈനായിട്ട് നിലനിർത്തണം എന്നുള്ള രീതിക്കൊക്കെ സംസാരം നടക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഹെറിറ്റേജ് ലൈനായിട്ട് നിലനിർത്തപ്പെടുകയും ബാക്കി ബ്രോഡ് ഗേജ് ലൈൻ അപ്പുറത്തോടെ കറങ്ങിപ്പോകുന്ന ലൈൻ ബ്രോഡ് ഗേജ് ലൈനായിട്ട് തുടരുകയും ചെയ്യും. അപ്പോൾ എന്താണ് റെയിൽവേയുടെ പ്ലാൻ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ അങ്ങനത്തെ കുറച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് ഹെറിറ്റേജ് ലൈനായിട്ട് നിലനിർത്താൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു ലൈൻ ബ്രോഡ് ഗേജിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സ്പീഡ് റെസ്ട്രിക്ഷൻസ് വരും. പക്ഷേ ഈ ഉൾനാടൻ പ്രദേശങ്ങൾ, ഇപ്പോൾ ഗീർ, വിസാവാദർ, ഇതിൽ ചില ട്രൈബൽ ഏരിയാസാണ്. അപ്പോൾ ഈ ട്രൈബൽ ഏരിയാസിലോട്ടുള്ള ആൾക്കാർക്ക് റെയിൽവേ കണക്ടിവിറ്റി ലഭിക്കുകയും ചെയ്യും, മെയിൻ ലൈൻ കണക്ടിവിറ്റി കിട്ടും. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമായിരിക്കും ബ്രോഡ് ഗേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒട്ടും ബ്രോഡ് ഗേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ഹെറിറ്റേജ് ലൈനായിട്ട് ചിലപ്പോൾ തുടരുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ അമരേലിയിൽ നിന്നുള്ള ഭാഗം, അമരേലി സൈഡിലോട്ട് ഇപ്പോൾ ഗേജ് കൺവേർഷൻ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലൈൻ അമരേലി വരും. അതിനപ്പുറത്ത് കിജഡിയാന്നോ മറ്റേ പറഞ്ഞ സ്റ്റേഷനുണ്ട്, കൊടിനാർ, കിജഡിയ, അങ്ങോട്ടൊക്കെ പൊക്കോണ്ടിരുന്നത്. എനിക്ക് എക്സാക്ട് സ്ഥലപ്പേരുകൾ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങോട്ടൊക്കെയായിരുന്നു ഈ ലൈൻ പൊക്കോണ്ടിരുന്നത്. ഇപ്പോൾ ആ സർവീസുകൾ ഇല്ലാണ്ടായി പൂർണ്ണമായിട്ടും. അപ്പോൾ എത്ര കാലം കൂടി ലൈൻ ഉണ്ടാകുന്നില്ല. ലൈൻ ഉള്ള സമയത്ത് ഈ ലൈൻ എൻജോയ് ചെയ്യുക. അപ്പോൾ നമ്മളങ്ങനെ വളരെ പെട്ടെന്ന് നമ്മുടെ അടുത്ത സ്റ്റോപ്പിലേക്ക്, അവസാനത്തെ സ്റ്റോപ്പ് ഇത് കഴിഞ്ഞാൽ വരാവില്ല നമ്മുടെ ഡെസ്റ്റിനേഷനുള്ള സ്റ്റോപ്പ്, പെനൽറ്റിമേറ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് സാവനിയിലേക്ക് എത്തുകയാണ്. സവനി നമുക്ക് സാധാരണ എസ് കണ്ട സാന്ന് പിടിക്കാനുള്ളൊരു ഇതാണ് സവനി. ഓ, ഇവിടെയും ബ്ലോക്കാണല്ലേ. നല്ല ഭംഗിയുള്ള സ്റ്റേഷനാണല്ലോ. നല്ല ഭംഗിയുള്ളൊരു സ്റ്റേഷൻ ബിൽഡിങ്. ഇവിടുന്ന് കയറാനൊന്നും ആരുമില്ല കേട്ടോ. ഇവർ വണ്ടി കയറാൻ 3 പേരോടെ ഇരിപ്പുണ്ടായിരുന്നു റോഡ് സൈഡിൽ, അല്ല ട്രാക്ക് സൈഡിൽ വെറുതെ. ഇങ്ങനെ ഇതിലുള്ള സ്റ്റേഷൻസിൽ, അതായത് സ്റ്റാഫുള്ള സ്റ്റേഷൻസിലൊക്കെ ലൂപ്പ് ലൈനുണ്ട്. അതായത് ഇവിടെ ബേസിക്കലി ക്രോസിങ്സ് വേണമെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതിനുള്ള സൗകര്യമുണ്ട്. ഈ ലൈൻ ഒരു കാലത്ത് നല്ലോണം ഒരുപാട് ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്ന ലൈനാട്ടോ. അല്ലാണ്ട് ഇപ്പോൾ ആകെ 2-3 സർവീസേ ഉള്ളൂ. കാര്യം ഇത് റെയിൽവേസ് പൂട്ടാൻ ഒരുങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് സർവീസുകളുടെ എണ്ണം കുറച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. നമുക്ക് പുറപ്പെടാനുള്ള ടോക്കൺ കൊണ്ടുവരുന്നേ ഉള്ളൂ, കൊടുത്താലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പണ്ടൊക്കെ ഇത് ചൂരലിൻ്റെ വടി കൊണ്ട് ഇങ്ങനെ റൗണ്ടായിട്ട് ഉണ്ടാക്കി നല്ല
പിടിക്കാൻ നല്ല ഇതായിട്ടാണ് ഉണ്ടാക്കാറ്. ഇപ്പോൾ അത് പോയിട്ട് ഇപ്പോൾ ഇതൊരുമാതിരി കമ്പിയിൽ കെട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് പോകാനുള്ള ബാറ്റൺ കിട്ടി. അപ്പോൾ അങ്ങനെ സവണി സ്റ്റേഷൻ നമ്മൾ പുറപ്പെട്ടു. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുന്നതിന് മുമ്പത്തെ അവസാനത്തെ ഹോൾട്ടാണ്. ഇവിടുന്ന് ഏകദേശം 12-13 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്. എത്താറെന്ന് അറിയിച്ചുകൊണ്ട് ഇവിടെ തെങ്ങുകളായി. കാടൊക്കെ കഴിഞ്ഞ് നാട്ടിൽ കയറി തെങ്ങന്തോപ്പുകളായി വീണ്ടും മൊത്തം. നമ്മളങ്ങനെ വെരാവലിലേക്ക് എത്തുന്നു. നമ്മളിപ്പോൾ അധികം താമസിയാതെ ബ്രോഡ് ഗേജ് ലൈനിനെ കാണും. അത്യാവശ്യം നേരത്തെ കേട്ടോ നമ്മൾ ഇതോടെ ഇലക്ട്രിഫൈഡ് ലൈൻ കാണാൻ പറ്റുന്നുണ്ടാവും ഫ്രണ്ടിലായിട്ട്. അതാണ് ബ്രോഡ് ഗേജ് ലൈന്. സ്റ്റേഷന് പുറത്തങ്ങ് നിന്നു വണ്ടി, എന്ത് പറ്റിയോ. കുറച്ചധികം നേരം പുറത്ത് കിടന്നു കേട്ടോ. നമ്മൾ 40-നൊക്കെ മുമ്പ് എത്തിയതായിരുന്നു. 44 ആ കാണുന്നതാണ് ബ്രോഡ് ഗേജ് ലൈന്. ഇവിടുന്ന് സൗരാഷ്ട്ര ജനത പോകേണ്ടതായിട്ടില്ല. 11:50 ഉള്ളൂ, 11:44 11:50 ഇവിടുന്ന് സൗരാഷ്ട്ര ജനത പോകും. പ്ലാറ്റ്ഫോം അതിന് കുറേ നിന്നല്ലോ. എന്താണോ നിർത്താൻ കാരണം, എന്തായാലും നിർത്തിയിട്ടെടുക്കുന്നു. ഇവിടെ മുതൽ പിറ്റ് ലൈൻ തുടങ്ങായി. ഇത് സത്യം പറഞ്ഞാലേ ഈ ഗേറ്റ് ഇരിക്കുന്നത് ഒരു ഭയങ്കര അൺസേഫ് സ്ഥലത്താണ്. ഒരു ഗേറ്റ് കഴിഞ്ഞാണത് പിറ്റ് ലൈനാണ്. അപ്പോൾ ആൾക്കാർക്ക് പിറ്റ് ലൈനിലോട്ട് വെറുതെ നടന്നു കയറാൻ പറ്റും. ആ കിടക്കുന്ന ഗാന്ധിനഗർ വെരാവൽ എക്സ്പ്രസിൻ്റെ റേക്കാണ്. ട്രെയിൻ കഴുകുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പിന്നടിച്ചിരിക്കുന്നു കേട്ടോ. കഴുകുന്നൊക്കെ ഉണ്ട്. ഇത് ബ്രോഡ് ഗേജ് പിറ്റ് ലൈനാണ്. ഇതേപോലൊരു മീറ്റർ ഗേജ് പിറ്റ് ലൈൻ ഉണ്ട് മുന്നിലായിട്ട്. അപ്പോഴത്തെ സൗരാഷ്ട്ര ജനത പ്ലാറ്റ്ഫോം നമ്പർ 1 തോന്നുന്നു. പുറപ്പെടാൻ റെഡി ആയിട്ടുണ്ട്. ഡോർ വഴി കാണുമെന്ന് നോക്കാം. നേട്ടത്തിൽ LHBയിലേക്ക് പുറപ്പെടാൻ റെഡി ആയിട്ട് കാണാം. അത് സൗരാഷ്ട്ര ജനത. അതായത് ഇന്ന് രാവിലെ എനിക്ക് തോന്നുന്നു
ഇന്ന് രാവിലെ വന്ന സൗരാഷ്ട്ര ജനത രാവിലെ 5:30 എങ്ങാണ്ട് ഇവിടെ എത്തും. ഇവിടുന്ന് പിന്നെ 11:50 തിരിച്ചും പോകും. വളരെ ഷോർട്ട് ടേൺ അറൗണ്ട്. നമ്മളങ്ങനെ സ്റ്റേഷനിലോട്ട് കയറാം. എനിക്ക് തോന്നുന്നു പ്ലാറ്റ്ഫോം ലെഫ്റ്റ് സൈഡിലാണെന്ന് തോന്നുന്നു. അല്ല, നമുക്ക് വേണ്ടി അല്ല, ലെഫ്റ്റ് സൈഡിലെ പ്ലാറ്റ്ഫോം. അവിടെ മീറ്റർ ഗേജിൻ്റെ ലൂപ്പ് ഇതും കാണാം, പിറ്റ് ലൈൻസും കാണാം. അങ്ങേ അറ്റത്ത് കിടക്കുന്നതാണ് സൗരാഷ്ട്ര ജനത എക്സ്പ്രസ്. 6557 സാബർമതി ഷെഡിൻ്റെ. ഞാൻ ഇവിടുത്തെ മീറ്റർ ഗേജ് പിറ്റ് ലൈൻ. അപ്പുറത്ത് ഒരു സാബർമതി ലോക്ക് കൊടുക്കേണ്ടത് 6654 എടുക്കേണ്ടതാണ് അപ്പുറത്ത്. അതെനിക്ക് തോന്നുന്നു തെൽവാഡ പാസഞ്ചറാണെന്ന് തോന്നുന്നു. അല്ല, വെരാവൽ ജുനാഗഡ് തന്നെ ബോർഡ്. അപ്പം നമ്മളങ്ങനെ വെരാവലിലെത്തി. നമ്മുടെ ട്രെയിന് ജസ്റ്റ് വന്ന് നിന്നു, അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ ഫ്രോക്സ്. വെരാവൽ വരെയുള്ള യാത്ര നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെന്നിരിക്കുന്നു. ഇവിടെ ചറപറ ബോർഡുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ചറപറ ബോർഡുകൾ, വെരാവൽ, ആമ്രേലി വെരാവൽ, വെരാവൽ ജുനാഗഡിൻ്റെ ഒക്കെ ബോർഡ് കിടപ്പുണ്ട് ഇവിടെ. നമുക്ക് ഫുട് ഓവർ ബ്രിഡ്ജ് കയറി ഇവിടുന്ന് എസ്കേപ്പ് ആവാം. ഇതാണ് നമ്മൾ യാത്ര ചെയ്ത കോച്ച് 027544. നമ്മളെ ഇവിടം വരെ കൊണ്ടുവന്ന് വിട്ടിട്ട് റേക്കപ്പോൾ ഷട്ട് ഡൗൺ ചെയ്യും അവർ, ക്ലോസ് ചെയ്യலாம். ഇവിടുത്തെ മീറ്റർ ഗേജ് പോർഷൻ അത്യാവശ്യം വലുതാണ്, കണ്ടോ, ഇത്രയും ഉണ്ട് ഇവിടെ. ഇതാണ് മീറ്റർ ഗേജ് പാട്ട്. അപ്പോഴത്തെ ബ്രോഡ് ഗേജിൽ ഒരു വാപ്പ് 4 ഹോൾ ട്രെയിൻ വന്നിട്ടുണ്ട്. ഇന്ന് ഭാവ്നഗർ വെരാവൽ പാസഞ്ചറാണ് തോന്നുന്നത്. അപ്പം അങ്ങനെ നമുക്ക് പതുക്കെ സ്റ്റേഷന് പുറത്തേക്ക് പോകാം. ഞാനിവിടെ നേരെ സോംനാഥിലേക്ക് പോകണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നോക്കട്ടെ എന്താവും എങ്ങനെയാവുന്നുള്ളത്. ഒരു ലുക്കും കൂടി ആവാം. അപ്പുറത്തെ മീറ്റർ ഗേജ് വണ്ടികളിൽ, മീറ്റർ ഗേജ് കോച്ചുകളുടെ സൈഡിലായിട്ട് WDG4 കിടക്കുന്നതാണ്. ആന ആടും പോലെ ഉണ്ട്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. അല്ല, മംഗല റെയിൽവേ സ്റ്റേഷൻ. ഇത് സോംനാഥ് മന്ദിറിലോട്ട് പോകുന്ന ബസ്സാണ്. പക്ഷേ വണ്ടി ഫുള്ളായി കഴിഞ്ഞു, അല്ലെങ്കിൽ ഇത് കയറി പോകായിരുന്നു. വണ്ടി പാക്കട്ടെ, നോക്കട്ടെ, പറ്റുമെങ്കിൽ ഇതിന് തന്നെ കയറി പോകാം. അപ്പോൾ ഈ വീഡിയോ വിളിച്ചാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടെന്നിരിക്കുന്നു. നിങ്ങൾ ഈ മീറ്റർ ഗേജ് യാത്ര എൻജോയ് ചെയ്തിട്ടുണ്ടെന്നിരിക്കുന്നു. അപ്പോൾ പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫീഡ്ബാക്ക് കമൻസൊക്കെ രേഖപ്പെടുത്തുക. അതുപോലെ നമ്മളെ കഴിയുന്നത്ര സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് വിനയ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം 7. See you again in the next video. Until then, bye-bye.